CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആളൊഴിഞ്ഞ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് സ്ലാബ് തകർന്ന് കുഴിയിൽ വീണ് യുവാവ് മരിച്ചു. കോങ്ങാട് പന്നിക്കോട് സ്വദേശി സുനിത്താണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ പുഴയിൽ ജലവിധാനം ക്രമാതീതമായി താഴ്ന്നതോടെ ചെത്തല്ലൂർ പ്രദേശവാസികൾ കുടിവെള്ളക്ഷാമത്തിന്റെ ഭീതിയിൽ. മുറിയൻകണ്ണിപ്പുഴയിലെ അത്തിപ്പറ്റ കടവിലുള്ള കുടിവെള്ള പദ്ധതികളെയാണ് ജലക്ഷാമം സാരമായി ബാധിച്ചിരിക്കുന്നത്. തൃക്കടീരി തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പകൽപൂരത്തോടെയുള്ള പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും ഫെബ്രുവരി 5 വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് ഗജവീരന്മാർ, കാളവേലകൾ, തേര്, കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രമുറ്റത്ത് അണിനിരക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഭാരതപ്പുഴയെയും സനാതനധർമ്മത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് മാഘമക മഹോത്സവം സംഘടിപ്പിക്കപ്പെട്ടതെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി തവനൂർ ത്രിമൂർത്തി ഘട്ടിൽ നടന്ന അനുഗ്രഹ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുലാമന്തോൾ പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് പ്രൗഢമായ പരിസമാപ്തി. ഗജവീരന്മാരുടെയും പഞ്ചവാദ്യം, മേളം, പൂക്കാവടി, നാദസ്വരം, തെയ്യം, തിറാപൂതൻ തുടങ്ങിയവയുടെയും അകമ്പടിയോടെ നടന്ന മഹാരഥം എഴുന്നള്ളിപ്പ് ഭക്തിയോടൊപ്പം ആഘോഷ തനിമയും പകർന്നു. വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ പുഴയിൽ ജലവിധാനം ക്രമാതീതമായി താഴ്ന്നതോടെ ചെത്തല്ലൂർ പ്രദേശവാസികൾ കുടിവെള്ളക്ഷാമത്തിന്റെ ഭീതിയിൽ. മുറിയൻകണ്ണിപ്പുഴയിലെ അത്തിപ്പറ്റ കടവിലുള്ള കുടിവെള്ള പദ്ധതികളെയാണ് ജലക്ഷാമം സാരമായി ബാധിച്ചിരിക്കുന്നത്. പുഴയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ വറ്റിവരണ്ട നിലയിലാണ്. അത്തിപ്പറ്റ കിണറിനു സമീപം മാത്രമാണ് നിലവിൽ അല്പമെങ്കിലും വെള്ളമുള്ളത്. പുഴയുടെ മറുഭാഗം പൂർണ്ണമായും പുൽക്കാടുകൾ പിടിച്ചുണങ്ങിയ അവസ്ഥയിലാണ്. അത്തിപ്പറ്റ കടവിനെ ആശ്രയിച്ച് നിലവിൽ 2 പ്രധാന കുടിവെള്ള പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. പുഴയിലെ നീരൊഴുക്ക് നിലയ്ക്കുന്നത് ഈ പദ്ധതികളുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കും. പുഴയിലെ ജലനിരപ്പ് താഴാൻ പ്രധാന കാരണം പലയിടങ്ങളിലും അനധികൃതമായി മോട്ടോറുകൾ ഉപയോഗിച്ച് കൃഷിക്കും മറ്റും വെള്ളം പമ്പ് ചെയ്യുന്നതാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പ്രദേശത്തെ ഏക ജലസ്രോതസ്സായ മുറിയൻകണ്ണിപ്പുഴയെ സംരക്ഷിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഫെബ്രുവരിയിൽ തന്നെ പുഴയുടെ അവസ്ഥ പരിതാപകരമായ സാഹചര്യത്തിൽ മാർച്ച് മാസത്തോടെ പുഴ പൂർണ്ണമായും വറ്റുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. CCN ചെത്തല്ലൂർ. ആദ്യ ലീഗിലെ വീഴ്ചയ്ക്ക് മധുര പ്രതികാരം ചെയ്യാൻ ഇസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരിയും ഫിഫ മഞ്ചേരിയും അണിനിരന്നപ്പോൾ മണ്ണാർക്കാട് കണ്ടത് ഈ സീസണിലെ ഏറ്റവും വലിയ പോരാട്ടം. ഒടുവിൽ നറുക്കെടുപ്പിലൂടെ ഫിഫ മഞ്ചേരിയെ തുണച്ചപ്പോൾ മൈതാനം കീഴടക്കിയത് ഫ്രണ്ട്സ് പള്ളിക്കുന്നിന്റെ ആവേശക്കടലായിരുന്നു. കളി തുടങ്ങി മിനിറ്റുകൾക്കകം ചെർപ്പുളശ്ശേരിയുടെ ജിൻഷാദ് ഒരു കൊടുങ്കാറ്റായി മാറി. ഫിഫയുടെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിഞ്ഞ് വെറും 11 മിനിറ്റിനുള്ളിൽ ജിൻഷാദ് കുറിച്ച ഹാട്രിക് ലോകകപ്പ് ഫൈനലിലെ എംബാപ്പയുടെ പോരാട്ട വീര്യത്തെ അനുസ്മരിപ്പിച്ചു. ഗാലറിയെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ജിൻഷാദിന്റെ ബൂട്ടുകൾ മൈതാനത്ത് അക്ഷരാർത്ഥത്തിൽ തീപ്പൊരി ചിതറിച്ചു. മൂന്ന് ഗോളിന് പിന്നിലായെങ്കിലും വിട്ടുകൊടുക്കാൻ ഫിഫ മഞ്ചേരി തയ്യാറല്ലായിരുന്നു. ഉസ്മാൻ ആഷിഖ് തൊടുത്ത മനോഹരമായ ഫ്രീ കിക്ക് വല കുലുക്കിയതോടെ ഫിഫ ആരാധകർ ഉണർന്നു.
തൊട്ടു പിന്നാലെ മൈക്കിൾ തൊടുത്തുവിട്ട ആ മഴവിൽ കോർണർ കിക്ക് പോസ്റ്റിനുള്ളിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയിൽ മാർക്കോയുടെ തകർപ്പൻ ഗോളിലൂടെ ഇസ 4-2 മുന്നിലെത്തിയെങ്കിലും ഇരുപാദങ്ങളിലുമായി ടീമുകൾ തുല്യത പാലിച്ചതോടെ കളി ഷൂട്ടൌട്ടിന്റെ നെഞ്ചിടിപ്പിലേക്ക് നീങ്ങി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നാടകീയത അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. ഇസയുടെ മാർക്കോയ്ക്കും സഫീറിനും ചുവട് പിഴച്ചപ്പോൾ ഫിഫയുടെ ഗോൾ കീപ്പർ സിദ്ധാർത്ഥ് വൻമതിലായി. എന്നാൽ ഉസ്മാൻ ആഷിഖിന്റെ കിക്ക് ഇസ ഗോൾ കീപ്പർ തടഞ്ഞതോടെ ഗ്യാലറി ശ്വാസം മടക്കി പിടിച്ചു. നിശ്ചിത സമയവും പെനാൽറ്റിയും കഴിഞ്ഞിട്ടും വിധി തെളിയാതിരുന്നതോടെ വിജയികളെ കണ്ടെത്താൻ നറുക്കെടുപ്പ് വേണ്ടിവന്നു. മുഹമ്മദ് ഹാമിഷ് എടുത്ത നറുക്ക് ഫിഫ മഞ്ചേരിയെ തുണച്ചതോടെ മണ്ണാർക്കാട് മൈതാനം പ്രകമ്പനം കൊണ്ടു. ഫിഫയുടെ സ്പോൺസർമാരായ ഫ്രണ്ട്സ് പള്ളിക്കുന്ന് ആരാധകർ ആവേശത്തിന്റെ കൊടിമുടിയിലായി. ഞങ്ങളോട് പറഞ്ഞില്ലേ കളി നമ്മൾ അടുത്ത കളി ജയിച്ചു, പക്ഷെ പെനാൽറ്റി നമുക്ക് അറിയില്ല. ഞങ്ങളോട് മിന്നാന്ന് പറഞ്ഞു സംഭവിച്ചെന്നല്ല, നമ്മളെ ഫൈനൽ നടന്ന പോലെ കളിക്ക് അതായത് മാച്ചൊക്കെ തിരിച്ചുകൊടുത്തത് മിന്നാന്ന് പറഞ്ഞു കളി നമ്മൾ ജയിച്ചു, പെനാൽറ്റി എന്താവും എനിക്കറിയില്ല പറഞ്ഞു. അവർ ആകാശത്തേക്ക് ഉയർത്തിയ ആവേശാരവങ്ങൾ പള്ളിക്കുന്നിന്റെ ഫുട്ബോൾ പ്രണയത്തിന്റെ സാക്ഷ്യപത്രമായി മാറി. ഇന്ത്യൻ ഫുട്ബോളിലേക്ക് മലയാള മണ്ണിൽ നിന്നും ഒട്ടനവധി സംഭാവനകൾ നൽകിയ കാൽപന്ത് കളിയുടെ കഥ പറയുന്ന പാലക്കാട്, ആ പാലക്കാടൻ ഫുട്ബോളിൽ മണ്ണാർക്കാടിന്റെ കാൽപന്ത് കളിയിൽ പതിറ്റാണ്ടുകളോളം കനകം വിളയിച്ച സംഘാടനത്തിലും കളിയുടെ പോർക്കളങ്ങളിലും വിജയിച്ച പാരമ്പര്യമുള്ള ചരിത്രമുള്ള മണ്ണാണ് പള്ളിക്കുന്ന്. തോൽവി സമ്മതിക്കാത്ത ഇസയുടെ പോരാട്ടവും ഭാഗ്യത്തിന്റെ തുണയോടെ ഫൈനലിലേക്ക് ചുവടുവച്ച ഫിഫ മഞ്ചേരിയുടെ വീര്യവും മണ്ണാർക്കാടിന്റെ കായിക ചരിത്രത്തിൽ എഴുതപ്പെടും. CCN മണ്ണാർക്കാട്. കോങ്ങാട് മാഞ്ചേരിക്കാവ് റേഷൻ കടയ്ക്ക് സമീപം കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. ചെറായ വെണ്ണേക്കാട് വീട്ടിൽ ചെല്ലനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ചെല്ലനെ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കോങ്ങാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CCN കോങ്ങാട്. ആളൊഴിഞ്ഞ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് സ്ലാബ് തകർന്ന് കുഴിയിൽ വീണ് യുവാവ് മരിച്ചു. കോങ്ങാട് പന്നിക്കോട് സ്വദേശി സുനിത്താണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഞായറാഴ്ച മുതൽ സുനിത്തിനെ കാണാനില്ലായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിലെ സെപ്റ്റിക് ടാങ്കിൽ കണ്ടെത്തിയത്. ആടുകൾക്ക് പ്ലാവില ശേഖരിക്കാൻ എത്തിയപ്പോൾ ടാങ്കിന്റെ കാലപ്പഴക്കം ചെന്ന സ്ലാബ് തകർന്ന് അപകടത്തിൽപ്പെട്ടതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. പരേതനായ കേശവന്റെയും കുഞ്ഞുലക്ഷ്മിയുടെയും മകനാണ് സുനിത്. പ്രസീത ഭാര്യയും ആര്യ മകളുമാണ്. സംഭവത്തിൽ കോങ്ങാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCN കോങ്ങാട്. 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതിയുടെയും
പ്രവർത്തക സമിതിയുടെയും സംയുക്ത യോഗം ചേർന്നു. വിവിധ വിഷയങ്ങളിലായി രൂപീകരിച്ചിട്ടുള്ള 13 വർക്കിംഗ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ചർച്ചകളും പൊതുചർച്ചകളും നടന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കയ്യടി വാങ്ങാനോ മറ്റു സംഗതികൾക്കോ വേണ്ടിയല്ല, നമുക്ക് ഒട്ടേറെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു തലമാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആണ് നേരത്തെ സൂചിപ്പിച്ച് വ്യത്യസ്തമായ പദ്ധതികൾ നമുക്ക് അതിന് രൂപം നൽകണം എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക്കുകളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ നല്ല നാടുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന ഒരു ധാരണയാണ് നമുക്ക് പൊതുവിൽ ഉള്ളത്. നല്ല നാടുണ്ടാക്കുന്നവർക്കും മോശം നാട് എന്നതിന് അർത്ഥമില്ല. നല്ല നാടുണ്ടാക്കുക എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ അധ്യക്ഷനായി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജയദേവൻ പദ്ധതിയുടെ വിഷയാവതരണം നടത്തി. നമ്മൾ കാണേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ വികസനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ നാട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആദ്യത്തേത് ആകെ ഫുൾഫിൽ ചെയ്യപ്പെട്ടു എന്നല്ല, അതുണ്ട്. പക്ഷെ അതോടൊപ്പം വികസനത്തെ സംബന്ധിച്ച് ലോകവ്യാപകമായി വലിയ പുതിയ കൺസെപ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ ഇപ്പോൾ GDP-നെയൊക്കെ പറ്റി എല്ലാവരും കേട്ടുക. ആളോഹരി വരുമാനം, മൊത്ത ആഭ്യന്തര ഉൽപാദനം, ആളോഹരി വരുമാനം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. എന്ന് വെച്ചാൽ ഒരാളുടെ ശരാശരി വരുമാനം എന്ത് എന്നുള്ളതാണ് അതിൻ്റെ അതൊരു പുതിയ എക്കണോമിക്സിലെ ഈ പുരോഗതി ഡെവലപ്മെന്റ് ഒക്കെ കണക്കാക്കാനുള്ള ഒരു സൂചകമാണ്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പ്രവീൺ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PD ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാല എന്നിവർ വിവിധ വികസന മേഖലകളെക്കുറിച്ച് സംസാരിച്ചു. പദ്ധതി രൂപീകരണത്തിനായി നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 100-ലധികം പേർ യോഗത്തിൽ സജീവമായി പങ്കെടുത്തു. അടുത്ത ഗ്രാമസഭ ചേരുന്നതിന് മുൻപായി വാർഷിക പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കാൻ യോഗം തീരുമാനിച്ചു. മോഹനദാസൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മാരായമംഗലം ഫീനിക്സ് ഹിന്ദി വിദ്യാലയം ഏർപ്പെടുത്തിയ 2026 പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് ഡോക്ടർ കെ അജിത് മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. പ്രചോദനാത്മക പ്രഭാഷകൻ ഗണേഷ് കൈലാസ്, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം എന്നിവരാണ് ഇത്തവണത്തെ ഫീനിക്സ് പുരസ്കാരത്തിന് അർഹരായത്. ഹിന്ദി വിദ്യാലയത്തിന്റെ രക്ഷാധികാരി ജയകുമാർ ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ജയകുമാർ ഉല്ലാസ് പുരസ്കാര ജേതാക്കളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് CS ഷീബ, നീതു, M അനശ്വര, AK അഭിരാം, S ആദിത്, C ഷർഫാന എന്നിവർ സംസാരിച്ചു. പുരസ്കാര വിതരണത്തിനു ശേഷം ഗണേഷ് കൈലാസ് നയിച്ച പ്രചോദനാത്മക ക്ലാസും നടന്നു. ഞാൻ നിങ്ങൾക്ക് SSLC പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിലെ സബ്ജക്റ്റിനെ കുറിച്ച് കീറി മുറിച്ച് അതിനൊരു എക്സാമ്പിൾസ് തരാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല ഏട്ടൻ ഇവിടെ വന്നത്. ഞാൻ ഈ ഏട്ടൻ്റെ തുടക്കത്തിൽ പറയാൻ കാരണം എൻ്റെ മക്കൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ പിറന്ന ഏട്ടനാണോ വെച്ചാൽ അതിനൊരു ബയോളജിക്കലി ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ തൊട്ട വീട്ടിൽ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏട്ടനായിട്ട് മാത്രം നിങ്ങൾ എനിക്ക് കാണാം. അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ തമ്മിൽ യാതൊരു ഡിസ്റ്റൻസും. എനിക്ക് ഈ ബാക്കിലിരിക്കുന്ന അജിത്ത് മാഷ് എങ്ങനെയാണോ. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി മാരായമംഗലം കുളപ്പട സുബ്രഹ്മണ്യ സ്വാമി കോവിലിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി നിരവധി ആളുകളാണ് ഉത്സവത്തിൽ പങ്കുചേരാൻ എത്തിയത്. മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, അന്നദാനം എന്നിവ നടന്നു. വൈകുന്നേരം നടന്ന ആവേശം നിറഞ്ഞ ഘോഷയാത്രയിൽ പ്രദേശത്തെ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാത്രി 7 മണിക്ക് ഒറ്റപ്പാലം ഗ്രാമകലയുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് അരങ്ങേറി. തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് തുടങ്ങിയ മേളവിസ്മയങ്ങളും വിവിധ കലാരൂപങ്ങളും മഹോത്സവത്തിന് മാറ്റുകൂട്ടി. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി പന്നിയൻകുറിശി പുതുപ്പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് തേരെഴുന്നള്ളിപ്പ് ചെർപ്പുളശ്ശേരി നഗരത്തിൽ നടന്നു.
ചെർപ്പുളശ്ശേരി. തൃക്കടീരി തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പകൽപൂരത്തോടെയുള്ള പ്രതിഷ്ഠാദിനവും താലപ്പൊലി മഹോത്സവവും ഫെബ്രുവരി 5 വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് ഗജവീരന്മാർ, കാളവേലകൾ, തേര്, കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രമുറ്റത്ത് അണിനിരക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മുൻവർഷങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷം ആനപ്പൂരങ്ങൾ തൊഴുതുമടങ്ങുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ദേവസ്വം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം ദീപാരാധന കഴിഞ്ഞാകും മറ്റു പൂരങ്ങൾ തൊഴുതുമടങ്ങുക. ഫെബ്രുവരി 5 രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, പറയെടുപ്പ്, നവകം, പഞ്ചഗവ്യം എന്നിവ നടക്കും. 10:30 ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകും. 11 ഉച്ചപൂജയും 11:30 ശ്രീബോധബലി എന്നിവയും നടക്കും. ഉച്ചയ്ക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പാനയും തുടർന്ന് മേളം, തിറാപ്പൂതൻ കളി എന്നിവയും അരങ്ങേറും. വൈകുന്നേരം 4 മണിക്ക് ദേശവേലകൾ കാവിലെത്തും. രാത്രിയിൽ കളമ്പാട്ട്, ദീപാരാധന, അഷ്ടപതി, തായമ്പക എന്നിവയ്ക്ക് ശേഷം പുലർച്ചെ താലപ്പൊലി എഴുന്നള്ളിപ്പോടെ ആഘോഷങ്ങൾ സമാപിക്കും. ഇത് നടത്താൻ വേണ്ടിയിട്ട് ഏതൊരു 3-4 മാസത്തെ പരിശ്രമമാണുള്ളത്. ആ പരിശ്രമത്തിന്റെ ഫലമായി വേല കമ്മിറ്റികളൊക്കെ വിളിച്ചുകൂട്ടി മീറ്റിങ്ങുകൾ അവരെയൊക്കെ യോജിപ്പിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ആ തീരുമാനങ്ങളൊക്കെ അടിച്ച് എല്ലാ വേലക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വേലകൾ നടക്കുന്നത്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇതുവരെ യാതൊരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന ഒരു വേലയാണ് തൃക്കടീരി. വളരെ ഭംഗിയായിട്ട് നടക്കാറുണ്ട്. ഒരു അച്ചറകളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാകാതെ നടക്കുന്നു. ആ ക്ഷേത്രത്തിന്റെ പരിപാവനമായ അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ആനവേലയാണെങ്കിലും എല്ലാവരും ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു കൂട്ടി മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് നിബന്ധനകളൊക്കെ പാലിച്ച് പറയുന്ന ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് അവർ പറഞ്ഞിരിക്കണമെങ്കിൽ പോലും 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവരെ അറിയിച്ചിട്ടുണ്ട്. കാരണം 5 ആനയിൽ കൂടുതൽ വരും. അപ്പോൾ അതിന്റെ ഗവൺമെന്റ് നിയമം അനുസരിച്ച് മൃഗ ഡോക്ടർ വേണം, എലഫന്റ് സ്ക്വാഡ് വേണം. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തിട്ടുണ്ട്. നിയമപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി അത് നടക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടത്താൻ വേണ്ടി ഉത്സാഹപ്പെടുന്നത് വേല കമ്മിറ്റിക്കാർ തന്നെ. അവരുടെ ഉത്സാഹമാണ് ഇത് ഭംഗിയാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം. കൃത്യമായും അവരും അച്ചടക്കത്തോടെയും വൃത്തിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കലാപരിപാടികളിലും വേല കമ്മിറ്റി ഇന്നത്തെ വേല പരിപാടി തന്നെ വടക്കുമുറി വേലയിലാണ്. നാളെ ഒരാൾ സ്പോൺസർ ചെയ്യുന്നു. മറ്റന്നാൾ 4-ാം തീയതി പടിഞ്ഞാറ്റുമുറി വേലയുടെ വക നാടൻപാട്ടാണ്. അങ്ങനെ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു വേലയാണ് നടക്കുന്നത്. കേരെന്ന് പറയുന്ന അവിടുത്തെ ചെട്ടിയാന്മാരുടെ ഒരു സമുദായമുണ്ട്. അവരുടെ ആ തെരുവിൽ നിന്നാണ് വേല വരുന്നത്. എല്ലാവരും നല്ല ഉത്സാഹത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതുവരെ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയിട്ടുണ്ട്. കൊല്ലവും അങ്ങനെ തന്നെ ആവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അതിനുവേണ്ട മുൻകൂട്ടിയുള്ള അറേഞ്ച്മെന്റ്സുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് PG മുരളീധരൻ, സെക്രട്ടറി CN ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി PN സതീശൻ, ദേവസ്വം ക്ലർക്ക് B ഹരിഗോവിന്ദ് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. വീട്ടിക്കാട് മാളിയാട്ടുകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രഥോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ദർശനം ഒരു വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന, നിങ്ങൾ TV ഒക്കെ കാണുന്ന ആളുകളായിരിക്കും. ശ്രീ സുബ്രഹ്മണ്യ പുരസ്കാരം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അച്യുതാനന്ദന് ബിജുമോൻ പന്തിരുകുലം നൽകി. ക്ഷേത്ര പൂജാരി രാമൻ സ്വാമി അധ്യക്ഷത വഹിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലർ സുപീഷ്, മുൻ കൗൺസിലർമാരായ മനോജ്, കൃഷ്ണദാസ്, ആനന്ദൻ, സുജിത്, ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് തണൽ പരിസ്ഥിതി കൂട്ടായ്മ വൃക്ഷത്തൈകൾ നൽകി. തുടർന്ന് നൃത്തനൃത്യങ്ങൾ, കുംഭംകളി, തായമ്പക എന്നിവ നടന്നു. CCN ചെർപ്പുളശ്ശേരി. മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ച് ഭാരതപ്പുഴയോരത്തെ തവനൂർ യജ്ഞഭൂമിയിൽ ശീർഷാസന മഹോത്സവം സംഘടിപ്പിച്ചു. യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ യോഗാസന അത്ലറ്റുകൾ അവതരിപ്പിച്ച യോഗാ നൃത്തം, സൂര്യ നമസ്കാരം, ശീർഷാസനം എന്നിവ കാണികൾക്ക് വേറിട്ട കാഴ്ചയായി. ശീർഷാസന മഹോത്സവത്തിൽ പങ്കെടുത്ത അത്ലറ്റുകൾക്ക് സ്വാമിജി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. CCN മലപ്പുറം. ഭാരതപ്പുഴയെയും സനാതനധർമ്മത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് മാഘമക മഹോത്സവം സംഘടിപ്പിക്കപ്പെട്ടതെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു.
തവനൂർ ത്രിമൂർത്തി ഘട്ടിൽ നടന്ന അനുഗ്രഹ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയ ഈ മഹോത്സവത്തിന്റെ വലിയ വിജയം സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ വരും വർഷങ്ങളിൽ കുംഭമേള സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയൊരു സർക്കാർ സാന്നിധ്യത്തോടു കൂടിയ മേളനമായി മാറും എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാൻ ഇടയില്ല. നോയിപ്പോ അല്ലെങ്കിൽ കാത്തിരുന്ന് കണ്ടത് അത് നമുക്ക് കുംഭമേളയൊക്കെ നടക്കുമ്പോഴതുപോലെ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകള്, ആശ്രമങ്ങള്, സന്യാസിമാര്, മറ്റ് ആചാര്യന്മാരെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ച് വിഭജിച്ച് ഒക്കെ ചെയ്യുന്നൊരവസ്ഥ വരും. ചടങ്ങിൽ മാതാമൃതാനന്ദമയി മഠത്തെ പ്രതിനിധീകരിച്ച് സ്വാമിനി അതുല്യാമൃത പ്രാണ, സ്വാമി വിവേകാമൃതാനന്ദപുരി, സ്വാമിനി ഭവ്യാമൃത പ്രാണ എന്നിവരും തിരൂർ ദിനേശ് തുടങ്ങിയവരും പങ്കെടുത്തു. CCN മലപ്പുറം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയുടെ ഭാഗമായുള്ള LDF പെരിന്തൽമണ്ണ മണ്ഡലം പ്രചരണ ജാഥയ്ക്ക് ആലിപ്പറമ്പിൽ തുടക്കമായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ ജാഥ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ അവസാനത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു നാൾ ഉണ്ടാകണമെന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയുടെ കീഴിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ സാധ്യമല്ല. എങ്കിൽ പോലും ഞങ്ങൾ പറയുന്നു, എന്തൊക്കെയാണോ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഭരണകൂടത്തിന് വിധേയമായി, ഭരണഘടനയ്ക്ക് വിധേയമായി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി എന്തൊക്കെയാണോ ഒരു ഭരണകൂടത്തിന് ജനതയ്ക്ക് ചെയ്യാൻ കഴിയുക അതെല്ലാം ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 30 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ ഭരണം നടത്തിയത്. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ജാഥ ക്യാപ്റ്റൻ K ശ്യാംപ്രസാദിന് പതാക കൈമാറി. NCP സംസ്ഥാന കമ്മിറ്റി അംഗം K മധുസൂദനൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം E രാജേഷ്, വൈസ് ക്യാപ്റ്റൻ MA അജയ്കുമാർ, മാനേജർ P ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജാഥ 3 ദിവസങ്ങളിലായി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. CCN പെരിന്തൽമണ്ണ. പുലാമന്തോൾ പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് പ്രൗഢമായ പരിസമാപ്തി. ഗജവീരന്മാരുടെയും പഞ്ചവാദ്യം, മേളം, പൂക്കാവടി, നാദസ്വരം, തെയ്യം, തിറാപൂതൻ തുടങ്ങിയവയുടെയും അകമ്പടിയോടെ നടന്ന മഹാരഥം എഴുന്നള്ളിപ്പ് ഭക്തിയോടൊപ്പം ആഘോഷ തനിമയും പകർന്നു. ഒരു മാസത്തോളമായി നടന്ന പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് പരിസമാപ്തിയായി. ഫെബ്രുവരി 1 നടന്ന മഹാരഥോത്സവത്തിന് ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു. രാവിലെ 3 മണിയോടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായി. 6 മണിയോടെ ഒരു കുടം പാലും പഴവും വിശേഷാൽ വഴിപാടിനും തുടക്കമായി. തുടർന്ന് കാഴ്ചശീവേലി, അഭിഷേകം, കാവടി എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം എന്നിവ നടന്നു. 10 മണിക്ക് പുലാമന്തോൾ രുദ്രധന്വന്തിരി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ വിശേഷാൽ വരവ് നടന്നു. തുടർന്ന് കലാമണ്ഡലം ദേവരാജന്റെ പാണ്ഡിമേളം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ മഹാരഥോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള ശ്രീമുരുകന്റെ മഹാരഥം എഴുന്നള്ളിപ്പ് കാണാൻ നിറഞ്ഞ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പഞ്ചവാദ്യം, മേളം, പൂക്കാവടി, നാദസ്വരം, ശിങ്കാരിമേളം, പ്ലോട്ടുകൾ എന്നിവ മഹാരഥോത്സവ ചടങ്ങിന് പൊലിമ പകർന്നു. വൈകിട്ട് നാദോപാസന ഭജൻസിന്റെ ആത്മനാദം പരിപാടിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ നടന്ന തായമ്പകയും പഴനി ആണ്ടവൻ ബാലയും നടന്നു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൊഴിഞ്ഞ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് സ്ലാബ് തകർന്ന് കുഴിയിൽ വീണ് യുവാവ് മരിച്ചു. കോങ്ങാട് പന്നിക്കോട് സ്വദേശി സുനിത്താണ് മരിച്ചത്. 50 വയസ്സായിരുന്നു.
വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ പുഴയിൽ ജലവിധാനം ക്രമാതീതമായി താഴ്ന്നതോടെ ചെത്തല്ലൂർ പ്രദേശവാസികൾ കുടിവെള്ളക്ഷാമത്തിന്റെ ഭീതിയിൽ. മുറിയൻകണ്ണിപ്പുഴയിലെ അത്തിപ്പറ്റ കടവിലുള്ള കുടിവെള്ള പദ്ധതികളെയാണ് ജലക്ഷാമം സാരമായി ബാധിച്ചിരിക്കുന്നത്. തൃക്കടീരി തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പകൽപൂരത്തോടെയുള്ള പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും ഫെബ്രുവരി 5 വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് ഗജവീരന്മാർ, കാളവേലകൾ, തേര്, കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രമുറ്റത്ത് അണിനിരക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഭാരതപ്പുഴയെയും സനാതനധർമ്മത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് മാഘമക മഹോത്സവം സംഘടിപ്പിക്കപ്പെട്ടതെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി തവനൂർ ത്രിമൂർത്തി ഘട്ടിൽ നടന്ന അനുഗ്രഹ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുലാമന്തോൾ പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് പ്രൗഢമായ പരിസമാപ്തി. ഗജവീരന്മാരുടെയും പഞ്ചവാദ്യം, മേളം, പൂക്കാവടി, നാദസ്വരം, തെയ്യം, തിറാപൂതൻ തുടങ്ങിയവയുടെയും അകമ്പടിയോടെ നടന്ന മഹാരഥം എഴുന്നള്ളിപ്പ് ഭക്തിയോടൊപ്പം ആഘോഷ തനിമയും പകർന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.